സംഭാവന കൊള്ളയ്ക്ക് പുറമെ അയോധ്യ രാമക്ഷേത്രത്തിലെ നിയമനങ്ങളും സംശയനിഴലിൽ. കൈക്കൂലി വാങ്ങി എന്ന ആരോപണത്തിൽ നിയമനങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. 5 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടുകളും SIT പരിശോധിക്കും. അതേസമയം സംഭാവന കൊള്ളയിൽ പ്രതികളിൽ നിന്ന് അമേരിക്കൻ ഡോളറും സ്വർണവും വെള്ളിയും അന്വേഷണ സംഘം കണ്ടെത്തി. ക്ഷേത്രത്തിൽ നടന്ന നിയമനങ്ങളെക്കുറിച്ചും അന്വേഷണ സംഘം പരിശോധിക്കുന്നു. 125 നിയമനങ്ങൾ ക്ഷേത്രത്തിൽ നടന്നതായാണ് കണ്ടെത്തൽ. ഇതിനായി പ്രതികൾ കൈക്കൂലി വാങ്ങിയെന്നും ആരോപണമുയർന്നു. 5 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടും അന്വേഷണ സംഘം പരിശോധിക്കും. 11 ഗ്രാം സ്വർണം, 375 ഗ്രാം വെള്ളി എന്നിവയ്ക്ക് പുറമെ 1121 US ഡോളറും അന്വേഷണ സംഘം പ്രതികളിൽ നിന്ന് കണ്ടെത്തി. വിദേശത്ത് നിന്നുള്ള ഭക്തരുൾപ്പെടെ കാണിക്കയായി സമർപ്പിച്ചതാണിവ. പ്രതികളിൽ നിന്ന് 80 ലക്ഷം രൂപ അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിനിടെ പ്രതി ലവ്കുഷ് മിശ്രയുടെ നിർമ്മാണത്തിനുള്ള കെട്ടിടത്തിന് അയോധ്യ വികസന അതോറിറ്റി നോട്ടീസ് നൽകി. കെട്ടിടം അനധികൃതമാണെന്ന് കണ്ടെത്തിയാൽ പൊളിക്കൽ നടപടികളുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ക്രമക്കേടിൽ ആഴത്തിലുള്ള അന്വേഷണം വേണമെന്നാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ വിലയിരുത്തൽ. CBIക്കോ മറ്റ് കേന്ദ്ര ഏജൻസികൾക്കോ അന്വേഷണം കൈമാറുന്നതും സർക്കാരിന്റെ ആലോചനയിലുണ്ട്. പ്രധാന കുറ്റവാളികളെ സംരക്ഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്തിറങ്ങിയെന്ന് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. मोदी जी हैं, मोदी जी किसी को छोड़ेंगे नहीं, मोदी जी किसी को बख्शेंगे नहीं. मोदी जी ने पूरे मामले को रफा दफा करने, उसको ढकने और दोषियों को बचाने में कोई कसर नहीं छोड़ी है. ഈ മാസം 6-ന് ചേരുന്ന രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് യോഗത്തിൽ പുനഃസംഘടനയുൾപ്പെടെ ചർച്ചയാകും. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.